1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. എടവണ്ണങ്ങാടിയിൽ മോഷണങ്ങൾ തുടർക്കഥയാകുന്നു. മോഷ്ടാക്കളെ പിടികൂടാനാവാതെ പോലീസ്. കഴിഞ്ഞ ദിവസം രാത്രി 1 മണിയോടെ എടവണ്ണങ്ങാടിയിലെ ATK പച്ചക്കറിക്കടയിലും ക്യൂട്ട് ഫാൻസി ആൻഡ് ഫുഡ്വെയറിലുമാണ് വീണ്ടും മോഷണം നടന്നത്. CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നെങ്കിലും പ്രതിയെ വ്യക്തമായില്ല. സ്ഥലം പോലീസ് പരിശോധന നടത്തി. അടുത്ത കാലങ്ങളിലായി എടവണ്ണങ്ങാടി കേന്ദ്രീകരിച്ച് മോഷണങ്ങൾ പതിവാണ്. കഴിഞ്ഞ വർഷമാണ് എടവണ്ണയിലും പരിസര പ്രദേശങ്ങളിലും വീട് നിർമ്മാണം നടക്കുന്നയിടങ്ങളിൽ നിന്ന് വില കൂടിയ ഇലക്ട്രിക് ഉപകരണങ്ങൾ മോഷണം പോകുന്നതുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസർ കോൺട്രാക്ടേഴ്സ് ഏകോപന സമിതി എടവണ്ണ യൂണിറ്റ് അസോസിയേഷൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. എന്നാൽ പരാതിയെ തുടർന്ന് സംഭവസ്ഥലങ്ങൾ പോലീസ് സന്ദർശിക്കുകയും പരിശോധന നടത്തുകയും ചെയ്യുകയല്ലാതെ പ്രതികളെ ഇതുവരെ പിടിക്കാനായില്ല. അടുത്ത കാലത്താണ് എടവണ്ണയിൽ മെഡിക്കൽ ഷോപ്പടക്കം 5ഇടങ്ങളിൽ മോഷണം നടന്നത്. അതിനുശേഷം ഇന്നലെ രാത്രിയാണ് വീണ്ടും എടവണ്ണയിൽ മോഷണങ്ങൾ നടക്കുന്നത്. പച്ചക്കറിക്കടയിൽ നിന്നും പച്ചക്കറികളും ഉണക്കമീനും മസാലപ്പൊടികളും ഉൾപ്പെടെ കടയിലുണ്ടായിരുന്ന പണവും മോഷണം പോയിട്ടുണ്ട്. എടവണ്ണ CPI ജംഗ്ഷനിലെ ക്യൂട്ട് ഫുഡ്വെയറിൽ വാതിൽ കുത്തി തുറന്ന് മോഷ്ടിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. എടവണ്ണയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന മോഷണ പരമ്പരയ്ക്ക് അറുതി ഉണ്ടാവണമെന്നും മോഷ്ടാക്കളെ ഉടൻ പിടികൂടണമെന്നും പോലീസ് രാത്രികാല പട്രോളിംഗ് ശക്തമാക്കണമെന്നും വ്യാപാരി വ്യവസായി പ്രസിഡന്റ് പറമ്പൻ പാപ്പുട്ടിയും വാർഡ് മെമ്പർ E സുൽഫീഖർ അലിയും ആവശ്യപ്പെട്ടു. എടവണ്ണ ടൗണിലെ ഇന്ന് 2 കടകളിലാണ് സാമൂഹ്യ ദ്രോഹികൾ കടയിൽ കയറുകയും അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ അപഹരിക്കുകയും ചെയ്തത്. അതിനു പുറമെ ഇന്ന് ക്യൂട്ട് ഫാൻസി കടയിൽ ഈ കടയിൽ അതിനുള്ള ശ്രമം നടത്തുകയും എന്നാൽ ഉള്ളിൽ കയറാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലുള്ളത്. എടവണ്ണ ടൗണിൽ തുടർച്ചയായി ഇതുപോലുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ ഒരു ആഴ്ചക്ക് മുമ്പ് 7 കടകളിൽ ഒരുമിച്ച് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയുണ്ടായി. എന്നാൽ ഇതിനൊന്നും ഒരു പരിഹാരം അല്ലെങ്കിൽ ആരാണ് ഇത് ചെയ്തത് എന്നുള്ള ഒരു രൂപം ഇന്ന് വരെ നമ്മുടെ പോലീസിനോ വേറെ ആർക്കോ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇത് നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് രാത്രിയിലുള്ള പെട്രോളിങ് ശക്തമാക്കിക്കൊണ്ട് ഇനി ഇങ്ങനൊരു അവസ്ഥ ഇല്ലാതിരിക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ ഈ നടന്നിട്ടുള്ള ഈ ആളുകളെ സാമൂഹ്യ ദ്രോഹികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തുനിന്നും മറ്റുള്ള ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എടവണ്ണയിൽ ഇന്നലെ 2 കടയിൽ കള്ളം കയറിയതായിട്ടാണ് അറിയപ്പെട്ടത്. ഒന്ന് എടവണ്ണ ടൗണിലെ പച്ചക്കറി കച്ചവടം നടത്തുന്ന കുഞ്ഞാണിയാക്കൻ്റെ കടയിലും എടവണ്ണ CPI ജംഗ്ഷനിലുള്ള ഫ്രൂട്ട് എന്ന ഫാൻസി കടയിലുമാണ് ശ്രമം നടന്നിട്ടുള്ളത്. പച്ചക്കറി കടയിൽ നിന്ന് ഏകദേശം പച്ചക്കറികളാണ്, അതുപോലെ തന്നെ മസാല സാധനങ്ങളും അതുപോലെ തന്നെ 6000 രൂപയ്ക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. എടവണ്ണയിൽ CPIയുടെ അടുത്തുള്ള ചെരുപ്പ് കട ഫാൻസി കടയിൽ ശ്രമം നടത്തിയിട്ടുണ്ട്. ഗ്ലാസ്സിലേക്ക് വലിയ ഓൾ ഓഫ് ഫുഡ്സ് കൊടുന്നിടുകയും മറ്റു പലക കൊണ്ട് എറിഞ്ഞ് ഗ്ലാസ് പൊട്ടിക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ ലോക്കിൻ കേടുത്തുകയും ചെയ്തത്. പക്ഷേ അകത്ത് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. എടവണ്ണയിൽ ഇത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം 2 മാസം മുമ്പ് എടവണ്ണയിലെ 7 കടകളിൽ കള്ളം കയറുകയും ഒരു തീരുമാനങ്ങളും ഉണ്ടാകാതെ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എടവണ്ണ പോലീസിനോട് പറയാനുള്ളത്, SCIയോട് പറയാനുള്ളത് രാത്രി പെട്രോളിംഗ് ശക്തമാക്കണമെന്നും ഉടൻ തന്നെ ഈ ശ്രമിച്ചിട്ടുള്ള ആളുകളെ കണ്ടെത്തണമെന്നും ഇത് എടവണ്ണയിൽ തുടർക്കഥയായി മാറുകയാണ്. അതുകൊണ്ട് നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് പെട്ടെന്ന് അന്വേഷണം നടത്തി വെക്കണം എന്നും ഈസ്റ്റ് ലൈവ് എടവണ്ണ.